بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على حبيب رب العالمين وعلى آله وأصحابه أجمعين، أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما صدق الله العظيم. ബഹുമാന്യരായ മഹാന്മാരായ സാദാത്തുക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമുന്നതരായ ഉലമാക്കൾ, അവരുടെ മുഖത്ത് നോക്കാൻ, അവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരുടെ ഉപദേശം നെഞ്ചിലേറ്റാൻ പ്രതിജ്ഞ എടുക്കുന്ന പ്രൗഢമായ ഈ വേദി ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ അവരുടെ വലിയ ഒരു തൗഫീഖാണ്. ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്ന വിശ്വാസികളുടെ മനസ്സിലുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കാൻ ഏതെല്ലാം സദസ്സുകൾ, സന്ദർഭങ്ങൾ ലഭിക്കുമോ അതെല്ലാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിനെ പുകഴ്ത്തലും അവന് സ്തോത്രങ്ങൾ ചെയ്യലും ആണ് നിസ്കാരം കൊണ്ടുള്ള പ്രധാന ഉദ്ദേശ്യമെന്ന് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ നാം പരിശോധിച്ചാൽ ബോധ്യപ്പെടും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അത്തഹിയ്യാത്തു ലില്ലാഹ്, ഇങ്ങനെ നിസ്കാരത്തിലുള്ള എല്ലാ വരികളും അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ആ സ്തുതികൾ നിസ്കാരം കൊണ്ട് അവസാനിപ്പിക്കാതെ നിസ്കാരത്തിന് മുൻപും ശേഷവും കിടക്കുന്ന സമയത്തും ബാത്റൂമിലേക്ക് പോകുന്നതിൻ്റെ മുൻപും അങ്ങനെ ഏതെല്ലാം സമയങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും വർദ്ധിപ്പിക്കണം എന്ന ഒരാശയമാണ് ഇസ്ലാം നമ്മുടെ മുൻപിൽ സമർപ്പിക്കുന്നത്. അതാണ് ഈ ദിക്റുകൾ ദിക്ർ മജ്ലിസിൻ്റെ പ്രധാനമായ ലക്ഷ്യം. നിസ്കാരത്തിൽ മാത്രം അല്ലാഹുവിനെ പുകഴ്ത്തി മതിയാക്കുകയല്ല, മറിച്ച് ജീവിതത്തിൽ ധാരാളം സമയങ്ങളിൽ അത് വേണം. സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും നാവുകൊണ്ട് നിങ്ങൾ പറയുകയും വേണം. ഫഇദാ ഖളൈതും മനാസിക്കക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ വമിനന്നാസി മൻ യഖൂലു റബ്ബന ആതിന എന്ന ആ ആയത്തിലും പ്രാർത്ഥനയുടെ മുൻപ് ദിക്റുകൾ വേണം എന്ന് ഖുർആൻ നിർദ്ദേശിച്ചു. അത് മുസ്ദലിഫയിലായാലും മിനയിലായാലും മത്താഫിലായാലും അവിടെയെല്ലാം നിസ്കാരത്തിന് പുറമേ തന്നെ കുറേ ദിക്റുകൾ ചൊല്ലാനുണ്ട്. ആ ദിക്റുകൾ ചെല്ലുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ സദസ്സാണ് ഇവിടെ മഅദിൻ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനം കൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾ ദിക്റുകൾ ചൊല്ലി അവർ വിജയിക്കുകയാണ്. അതിന് എണ്ണം പറഞ്ഞിട്ടില്ല. എണ്ണം പറയാതെ മുത്ലഖായ ദിക്റുകൾ, മുഖയ്യദായ ദിക്റുകൾ, അത് രണ്ടും ഉണ്ട്. നിസ്കാരത്തിലും മറ്റുമുള്ള ദിക്റുകൾക്ക് പുറമെ മറ്റ് സന്ദർഭങ്ങളിൽ കൂടി ദിക്റുകൾ ചൊല്ലി വിജയിക്കാൻ കഴിയും എന്നീ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ. അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന വലിയൊരു സമൂഹം, ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരും ഈ മഅദിനെയും
അതുപോലെ മർക്കസു സഖാഫത്തി സുന്നിയെയും ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ഒതുക്കുങ്ങൽ ഇഹ്യാഉ സുന്ന ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളെയും മഹബത്ത് വെക്കാനുള്ള കാരണം അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഏറ്റവും വലിയ സംവിധാനങ്ങളാണ് നാം സജ്ജമാക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റുകളോട് ബഹുമാനമുള്ള സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന നല്ല ആളുകളിൽ എല്ലാ ദിവസവും ദിക്റുകളും സലാത്തുകളും ധാരാളം വർദ്ധിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകൾ വിവിധ ഇജാസത്തുകൾ ഉള്ള ദിക്റുകളുടെ ക്രോഡീകൃത രൂപമായ മഹദറത്തുൽ ബദരിയ പതിവാക്കുന്നവർ, അവരുടെ എല്ലാവരുടെയും ഒരു വാർഷിക ചടങ്ങ് കൂടിയായി നടക്കുന്ന ഈ സംവിധാനം നാട്ടിലും ഗൾഫിലുമുള്ള എല്ലാ നല്ല സഹോദരന്മാരുടെയും ആവേശമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.